പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം കേട്ടു. ഇന്നലെ വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിയിലും ഈ കഷ്ടത എന്ന വിഷയം കയറി വന്നു. ഇന്നും കർത്താവിൻ്റെ ദാസനിലൂടെ ആ വചനം ദൈവം നമുക്ക് നൽകി തന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ക്ഷീണിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ്. എല്ലാവരും ശ്രദ്ധിച്ചും ഇരിക്കുന്നവരൊക്കെയാണ്. എല്ലാവരും ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ തുടർഭാഗം ചിന്തിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യം. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യമാണ് വായിച്ചത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചു. ബാക്കി ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 1-2 വാക്യം. വരുവീൻ, യഹോവയുടെ അടുക്കലേക്ക്. അവൻ നമ്മെ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും. ഉറക്കെ വായിച്ചോ. പിന്നെ അടുത്തത് എഴുന്നേൽപ്പിക്കും. മതി. ഈ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ആദ്യത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു. 2-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. ഒന്ന്, വരുവീൻ എന്ന ആഹ്വാനത്തോടു കൂടി ആയതുകൊണ്ട് വചനം പറയുന്നത് നാം ദൈവത്തോട് അടുത്തു വരിക. ദൈവത്തോട് അകലം വിട്ട് സഞ്ചരിക്കുന്ന നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരിക. അടുത്തു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവിക വിടുതലുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നത്. എത്ര പേർക്ക് ആ വചനമൊക്കെ ഓർമ്മയുണ്ട്? പ്രൈസ് ലോർഡ്, ആമേൻ. ഒന്നാമത്തെ ഭാഗം, ദൈവം നമ്മളെ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. അടുത്തു വരുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കും. പ്രൈസ് ലോർഡ്. എൻ്റെ വിശ്വാസം നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് 12:30-ക്കാണ് വിശുദ്ധ സഭായോഗം അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മളെ 1-ാം ഭാഗം നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മെ സൗഖ്യമാക്കുന്നു, അല്ലേ? ഇനി 2-ാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 2-ാം ഭാഗത്ത് അവൻ നമ്മുടെ മുറിവിനെ കെട്ടും. ഒരു മനുഷ്യൻ ദൈവത്തോടടുത്ത് വരുമ്പോൾ വചനം പറയുകയാണ്, അവൻ നമ്മുടെ മുറിവിനെ കെട്ടും. പ്രൈസ് ലോർഡ്. നമ്മുടെ മുറിവുകളെ കെട്ടും. ലോകത്തിലെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഒത്തിരി മുറിവുകളുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ അറിയാം. അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ശരീരത്തിൽ കൈക്കൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മുറിവ് വരും, അല്ലേ? നന്നായി അധ്വാനിക്കുന്ന സൗകര്യമാണ്. നമ്മുടെ ശരീരത്തിനേൽക്കുന്ന മുറിവുകളുണ്ട്. നമ്മുടെ ശരീരത്തിനേൽക്കുന്ന മുറിവ് സുഖമാകാൻ, സൗഖ്യമാകാൻ നമ്മുടെ ശരീരത്തിന് എന്ത് അതിന് ആൻറ്റിബയോട്ടിക് ഉണ്ട്. പല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുറിവുകളൊക്കെ എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ മുറിവുകൾ പലതും കാലത്തിൻ്റെ ചിലതൊക്കെ കാലപ്പഴക്കങ്ങൾ എടുത്തുനിന്ന് വരാം. ഷുഗർ പേഷ്യൻസിനൊക്കെ ചിലപ്പോഴൊക്കെ കാലപ്പഴക്കങ്ങൾ എടുത്തുനിന്ന് വരാം. പക്ഷെ ശരീരത്തിൻ്റെ മുറിവിന് സൗഖ്യമാകാൻ ഈ ലോകത്തിൽ ട്രീറ്റ്മെൻറ്റുകൾ പലതുമുണ്ട്. ആമേൻ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? പ്രൈസലോ. പക്ഷെ മനസ്സിനേറ്റ മുറിവിനെ സൗഖ്യമാക്കാൻ ഈ ലോകത്തിൽ ഒരൊറ്റ മെഡിസിനും അതിന് കഴിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? മനസ്സിനേറ്റ മുറിവിനെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് ഈ പകലിൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. വചനം പറയുന്നു, അവൻ നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. പ്രൈസലോ. മനസ്സിന് മുറിവ് ഉണ്ടാകുമോ? ഹൃദയത്തിന് ഉണ്ടാകാം. പല സന്ദർഭങ്ങളിൽ നിന്നുണ്ടാകും. ചില വാക്കുകൾ നിമിത്തമൊക്കെ മുറിവുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഞാൻ ദൈവമക്കളോട് പറയാം, ആ മുറിവിനെയും സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ പുറമേ വ്യാപരിക്കുന്ന മുറിവിനെയോ നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന മുറിവിനെയും ഒരുപോലെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, സങ്കീർത്തനത്തിൽ ഒരു വാക്യം എങ്ങനെയുണ്ട്? അവൻ നമ്മുടെ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ നക്ഷത്രങ്ങൾക്കൊക്കെയും പേരിടുകയും അവയ്ക്കൊക്കെ എണ്ണമിടുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുറിക്കാൻ അധികാരമുള്ള ദൈവം അതുപോലെ മുറിവിനെ കെട്ടാനും അധികാരമുള്ള ദൈവമാണ്.
അപ്പൊ ദൈവത്തിന് മുറിക്കാനും പറ്റും, ദൈവത്തിന് മുറിവ് കെട്ടാനും പറ്റും. ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീ, ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമില്ല. അപ്പൊ ദൈവത്തിന് മുറിക്കാനും കഴിയും, ദൈവത്തിന് മുറിവ് കെട്ടാനും കഴിയും. വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ 33 മുതലുള്ള വേദഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ വളരെ സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ വളരെ സുപരിചിതമായി നമുക്കറിയാവുന്ന ഒരു പാസേജ് അവിടെയുണ്ട്. നല്ല ശമരിയക്കാരൻ്റെ അനുഭവമാണ്. നമുക്കറിയാം ആ മനുഷ്യനിൽ സ്തോത്രം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുകയാണ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക, യെരൂശലേമിൽ നിന്ന് യെരൂശലേമിലേക്ക് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക, യഹൂദിൽ നിന്ന് യെരൂശലേമിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ അവൻ കടന്നു പോകുന്ന മാത്രയിൽ അവനെ കള്ളന്മാർ പിടിച്ചു, ഉപദ്രവിച്ചു, കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചു. അവനെ വഴിയോരികത്ത് അർത്ഥപ്രാണനായി ഇട്ടേച്ചു പോയി എന്ന വായിക്കുന്നത്. ആമേൻ, സ്തോത്രം. എന്നാൽ അതിലെ പുരോഹിതൻ വന്നു, അവൻ പലരും കടന്നു വന്നു, കണ്ടിട്ടും കണ്ടവർ പലതും കാണാത്തവരെ പോലെ പോയപ്പോ ഒരു ശമരിയൻ കടന്നു വന്നു. ആ ശമരിയന്റെ പക്കൽ എന്തുണ്ടായിരുന്നു? അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ മുറിവിനെ കെട്ടി, ആ മുറിവിനെ ക്ലീൻ ചെയ്തു, എണ്ണ പുരട്ടി, മുറിവിനെ കെട്ടി, വാഹന മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തു. ഈ ശമരിയക്കാരനെ നമ്മൾ ചിത്രീകരിക്കുന്നത് യേശു കർത്താവിനെയാണ്. ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് പറയാം, അർത്ഥപ്രാണനെ പോലെ സ്തോത്രം അല്പം കൂടെ കഴിഞ്ഞാൽ രക്തം വാർന്ന് മരണപ്പെടുമെന്ന നിലയിൽ കിടക്കുമ്പോൾ അതാ നല്ല ശമരിയക്കാരമെന്ന് മുറിവ് കെട്ടിയതുപോലെ ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് പറയാ, എൻ്റെ യേശുവിൻ്റെ പക്കൽ നിന്റെ മുറിവിനെ കെട്ടാൻ പറ്റിയ മരുന്നുണ്ട്. എൻ്റെ യേശുവിൻ്റെ പക്കൽ നിന്റെ മുറിവിന് പറ്റിയ എണ്ണയുണ്ട്. എൻ്റെ യേശുവിൻ്റെ പക്കൽ നിന്നെ ബലപ്പെടുത്താൻ പറ്റിയ വീഞ്ഞ് അവൻ്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്ന അത്ര ദൈവമക്കൾ ഇതിൻ്റെ നടുവിലുണ്ട്. അവൻ പലപ്പോഴും നിന്റെ മുറിവ് കെട്ടിയില്ലേ? ഇന്നലകളിൽ മകനെ കരയണ്ട, മകളെ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എത്ര പ്രാവശ്യം നിന്നെ ആശ്വസിപ്പിച്ചു. നിന്റെ ഹൃദയത്തിനേറ്റ മുറിവുകൾ ഒരു വചനം തന്ന് ദൈവം നിന്നെ ബലപ്പെടുത്തിയില്ലേ? വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അനുഭവങ്ങൾ ദൈവമക്കൾക്ക് പറയാനുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ ഇരുന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് പ്രാർത്ഥിക്കാനൊരു പ്രേരണ വന്നു. പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ ഇരുന്ന് ഒരു വേണ്ടതായ രീതിയിൽ ഒരു സ്വസ്ഥതയിൽ നിർത്തും. അടുത്തതെടുത്ത് വചനം വായിച്ചു. വചനം വായിക്കുമ്പോഴ ദൈവത്തിൻ്റെ ഒരു ശബ്ദം, ഒരു വാക്യം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഭയപ്പെടണ്ട. അവരൊറ്റ വാക്കിനകത്ത് എത്ര പ്രാവശ്യം നമ്മൾ ധൈര്യപ്പെട്ടിട്ടുണ്ടല്ലേ? ഹലോ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പല വാക്കുകൾ കേട്ട് ഹൃദയത്തിൽ വേദനയേട്ട് ഇങ്ങനെയൊക്കെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അതിന് നടുവിൽ മകനെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇങ്ങനെ എത്ര വചനം ഇന്ന് പകൽ നമ്മളെ പിടിച്ചു നിർത്തിയത് ആ വചനങ്ങളല്ലേ? ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിച്ചില്ലേ? ഇന്ന് പകൽ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് മുറിവുകളെ കെട്ടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അവൻ്റെ അടുക്കൽ വന്നാൽ അവൻ്റെ മുറിവ് കെട്ടുന്നവനാണ്. 58:8 വേഗത്തിൽ വായിക്കാം. നമ്മുടെ യൗവനക്കാർ സഹോദരന്മാരുടെ കയ്യിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഉണ്ടോ നോക്കട്ടെ. പ്ലീസ് റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഫ്രണ്ടിലിരിക്കുന്ന യൗവനക്കാർ ബൈബിൾ കൊണ്ടുവന്നിട്ടൊരു ആര് വായിക്കുന്നു നോക്കി നിൽക്കേണ്ട. ഇന്ന് ജെഫിൻ വായിച്ചാട്ടെ. സങ്കീർത്തനത്തിനല്ല യെശയ്യാവ് ഇരിക്കുന്നത്. വേഗത്തിൽ വായിച്ചേ. ആ 58 വേഴ്സ് 8 യെശയ്യാവ്. ഓക്കെ, ഞാനിവിടെ പ്രസംഗിക്കുന്നത് മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണെന്നാണ് എൻ്റെ വിചാരം, അല്ലേ? യൗവനക്കാരെല്ലാം കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ളത് ബൈബിൾ ഇംഗ്ലീഷ് ആണെങ്കിലും യു ഷുഡ് റീഡ്
ഓക്കെ, ഞങ്ങളോട് ഇപ്പോൾ ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ പലരുടെയും വേദപുസ്തകം സങ്കീർത്തനത്തിലും സദൃശവാക്യങ്ങളിലും മാത്രമാണ് ഇരിക്കുന്നത്. എനിക്കിത്രേ ഇരുന്നാലും ദൂരക്കാഴ്ചകൾ ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് എന്ത് ചെയ്യണം? വാക്യങ്ങളൊക്കെ എടുക്കണം. പുതിയ നിയമത്തിലൊന്നും തപ്പിക്കൊണ്ടിരിക്കരുത്, നന്നായിട്ട് വായിക്കുക. ഓരോ ആഴ്ച ഓരോരുത്തരെ കൊണ്ട് ഞാനിങ്ങനെ വായിപ്പിക്കും കേട്ടോ. മിടുക്കൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വചനം പറയുകയാണ്, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ എന്ത് ചെയ്യും? പറഞ്ഞേ, ശമനമുണ്ടാകും, പൊറുതിയുണ്ടാകും അല്ലേ? ശമനം വരികയില്ലെന്ന്, ഉണങ്ങിയില്ലെന്ന്, പരിഹരിക്കപ്പെടുകയില്ലെന്ന് നാം വിധി എഴുതിയ മാറ്റി വെച്ചിരിക്കുന്ന വിഷയത്തിന് തമ്പുരാൻ പറയുകയാണ്, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതിയുണ്ടാകും. ആമേൻ. വേഗത്തിൽ, പെട്ടെന്ന്, സഡനായിട്ട്, ക്വിക്കായിട്ട് കർത്താവ് ഒരു വിടുതൽ തരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാവിലെ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, എൻ്റെ മുറിവിന്, അത് ശരീരത്തിനാകട്ടെ, ഹൃദയത്തിനാകട്ടെ, മനസ്സിനാകട്ടെ, ഏത് തലത്തിലേറ്റ മുറിവാണെങ്കിലും, എത്ര പഴക്കമുള്ള വിഷയമാണെങ്കിലും, നീ വിധി എഴുതി മാറ്റിവെച്ച വിഷയമാണെങ്കിലും, വചനം പറയുന്നു, നിന്നെ നോക്കി ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രവചന ശബ്ദം കേട്ടുകൊള്ളുക, വേഗത്തിലൊരു ശമനമുണ്ടാകും. ഇന്ന് രാവിലെ ആത്മാവിൽ പറ, ആ പ്രശ്നത്തിന് വേഗത്തിലൊരു ശമനമുണ്ടാകും, ആ വിഷയത്തിന് വേഗത്തിലൊരു വിടുതലുണ്ടാകും. എൻ്റെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗശക്തിക്ക് വേഗത്തിലൊരു വിടുതലുണ്ടാകും. എത്ര പേർക്ക് ഈ വചനത്തോട് കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്? എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ ദൈവത്തോടടുത്തു വന്നാൽ അവൻ നിന്റെ മുറിവുകളെ കെട്ടും, വേഗത്തിൽ ശമനമുണ്ടാകും. അടുത്ത ഭാഗം, മൂന്നാമത്തെ ഭാഗം, ഈ വേദപുസ്തകത്തിനകത്ത് നാം ചിന്തിക്കുന്ന മൂന്നാമത്തെ ഭാഗം, ജീവിപ്പിക്കും. ദൈവത്തോടടുത്ത് വന്നാൽ പറഞ്ഞേ, അവൻ നമ്മെ, ഒന്ന്, അവൻ നമ്മളെ സൗഖ്യമാക്കും, രണ്ട്, അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും, മൂന്ന്, അവൻ നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, നീ ഞങ്ങളെ എന്ത് ചെയ്യണമേ? ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ, അല്ലേ? അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തോടടുത്ത് വന്നാൽ ദൈവം നമ്മളെ ജീവിപ്പിക്കും. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. വന്നു കഴിയുമ്പോൾ നമ്മളെ ദൈവം എന്ത് ചെയ്യും? ജീവിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 4 and 5. എല്ലാവർക്കും വളരെ ഫെമിലിയറായ ഒരു വേദഭാഗമാണല്ലോ. നിങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ, എന്നോട് ചേർന്ന് വായിച്ചാട്ടെ. അടുത്തയാൾ വായിച്ചേ. സ്തോത്രം. വിപിൻ വായിച്ചാട്ടെ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 4 and 5. കമ്മിങ് ടു ദൈവത്തോടടുത്ത് വരിക. ദൈവത്തോടടുത്ത് വന്നാൽ അവിടെ പറയുകയാണ്, നിങ്ങളും അവനോടടുത്തിട്ട് എന്ത് ചെയ്യും? ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? ജീവനുള്ള, പറഞ്ഞേ. അപ്പൊ ദൈവത്തോടടുത്ത് വന്നാൽ നമുക്കുണ്ടാകുന്ന അനുഭവം പറഞ്ഞേ, ജീവനുള്ള കല്ലായി നമ്മൾ മാറും. ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നാം എന്തായി തീരുമെന്ന് പറയുന്നത്? ജീവനുള്ള കല്ലായി മാറുക. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ആമേൻ. ഒന്ന്, ദൈവത്തോടടുത്ത് വന്നാൽ നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട്. ദൈവത്തോടടുത്ത് വന്നാൽ നിന്റെ മുറിവുകളെ അവൻ കെട്ടുന്നു. രണ്ട്, നീ ദൈവത്തോടടുത്ത് വരുമ്പോ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരുന്നു. നാട്ടിൽ നമ്മൾ ചൊല്ലുന്നൊരു ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ട, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനോട് ചേർന്നിരുന്നാൽ അതിൻ്റെ ആ സൗരഭ്യം നമ്മോടുകൂടി ഇരിക്കും. പ്രൈസ്. കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർ എയർ ഫ്രഷൊക്കെ വെച്ച് കാറിലിങ്ങനെ നല്ല സ്മെല്ലുള്ള എയർ ഫ്രഷൊക്കെ വെച്ച് ഇങ്ങനെ പോകും. നമ്മുടെ ശരീരത്തിൽ സ്പ്രേ അടിച്ചില്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് ഇതിനകത്ത് ഇരുന്നതിൻ്റെ സ്മെല്ല് നമ്മുടെ ശരീരത്തിലും എന്ത് ചെയ്യും? അല്ലേ? വ്യാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം പ്രിയപ്പെട്ടവരെ, ഒരു മാഗ്നറ്റ്, കാന്തം, ഇതിനോടുകൂടി കുറച്ച് നേരം ഒരു ബ്ലേഡോ ഒരു സേഫ്റ്റി പിന്നോ ഒക്കെ അതേൽ ഒട്ടിച്ച് ചില ദിവസങ്ങളോ മണിക്കൂറുകളോ ഇതേലിങ്ങനെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അതുപോലെ ഘനമുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ അടുക്കിലേക്ക്, ഒരു വസ്തുവിൻ്റെ അടുക്കിലേക്ക് ഇതുകൊണ്ട് മെല്ലെ വെക്കുമ്പോൾ, അല്ലേ? ഫിസിക്സ് ഒക്കെ അറിയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നെക്കാട്ടി നന്നായിട്ട് അറിയാവുന്ന കുഞ്ഞുങ്ങൾ, ഇതിനോട്
അതിനോടൊന്ന് അടുത്തൂടെ പോകുമ്പോഴേക്കും കാന്തത്തെ കയറി ചാടിപ്പിടിക്കുന്നത് പോലെ ഈ ബ്ലേഡിൻ്റെ പീസ് ഈ ബ്ലേഡിലേക്ക് അല്ലെങ്കിൽ ഈ സേഫ്റ്റി പിന്നിലേക്ക് ഇരുമ്പിലേക്ക് കയറി പിടിക്കും. എന്താണെന്നറിയോ? ഇത് മാഗ്നറ്റ് അല്ല, പക്ഷെങ്കിൽ ഇതിനകത്തേക്ക് വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. ഏത്? നേരത്തെ വെച്ചിരുന്ന ആ പിണ്ഡത്തിനകത്തു നിന്ന് ഇതിനകത്തേട്ട് വ്യാപരിച്ചൊരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവമക്കളെ, നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, പറഞ്ഞ്, ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാവർക്കും സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞിട്ട്, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. പൗലോസും പത്രോസും യോഹന്നാനിലും ഒക്കെ വ്യാപരിച്ച ദൈവശക്തി നടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമായ ദൈവത്തിന്റെ ശക്തി അവർ കണ്ടു നടന്ന കർച്ചീഫിൽ റുമാലിൽ വ്യാപരിച്ച ദൈവശക്തി, അവരുടെ നിഴലിൽ പോലും വ്യാപരിച്ച ദൈവശക്തി ഇന്ന് രാവിലെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നാം ഒന്ന് ദൈവത്തോടടുത്ത നിന്നിലേക്ക് വ്യാപരിക്കപ്പെടുന്ന ഒരു പവറുണ്ട്. നീ ദൈവത്തോട് അടുക്കുമ്പോ ആ വ്യാപരിക്കുന്ന പവർ നിന്നിൽ വ്യാപരിക്കുമ്പോ നിന്നിൽ മാത്രമല്ല വ്യാപരിക്കുന്നത്, അത് നിന്റെ അടുക്കൽ ഇരിക്കുന്നവനിലേക്കും വ്യാപരിക്കും. എത്ര പേർക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്ത് ഈ ദൂത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്? കുഞ്ഞുങ്ങളെ, ഇന്ന് പകലിൽ സടഞ്ഞിരിക്കാനല്ല നിന്നെ ദൈവം കണ്ടിരിക്കുന്നത്. നീ ശക്തിയുടെ സടകടിഞ്ഞെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടാ. ഉടമന ശബ്ദൽക്കന കൈയടിക്കുന്നവർ ശക്തിയോടെ കൈയടിക്കട്ടെ, ആരാധിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം ചിലരുടെ ഈ ആരാധന വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി. നീയും ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുപോലെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജീവന്റെ തുടിപ്പ് ഈ ഹാളിനകത്ത് വ്യാപരിക്കട്ടെ. Praise the Lord. ഓ പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ വീട്ടിലോട്ട് വന്നാൽ, ഈ നമ്മളൊരു പ്രയാസത്തോടൊക്കെ ഇരിക്കുമ്പോൾ ചിലർ വീട്ടിലോട്ട് വന്ന പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം കൂടും അല്ലേ? ചിലരോടൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലേ സ്വതന്ത്രം. ചിലരതേസമയം വീട്ടിൽ വന്ന് രണ്ട് വാക്ക് പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ പർവ്വതം പോലെ ഇരുന്ന പ്രശ്നം എവിടെ പോയെന്ന് നമ്മൾ കാണത്തില്ല. മനസ്സിലായോ? സ്വതന്ത്രം. അനുഭവം ഉണ്ടോ അല്ലേ? സ്വതന്ത്രം. ചിലരോടൊന്ന് വേണ്ടി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഭാരം അങ്ങോട്ട് പോകും. കാരണം എന്താണെന്നറിയോ? ഇവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, നീ ചെല്ലുന്നിടത്ത്, നീ ചെല്ലുന്ന വീട്ടിൽ, നീ ചെല്ലുന്ന പട്ടണത്തിനകത്ത്, നീ ചെല്ലുന്ന സഭയ്ക്കകത്ത്, നീ ചെല്ലുന്ന കുടുംബത്തിനകത്ത് ഹല്ലേലൂയ വിടുതൽ വ്യാപരിക്കട്ടെ. അവിടെ ഒരിക്കലും വിടുതലില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്ക്, ശത്രു ബന്ധിച്ചു വെച്ച ചില വിഷയങ്ങൾക്ക്, ആളുകളെ കെട്ടിയിട്ട ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വ്യാപരിക്കുന്ന നീ, ജീവന്റെ തുടിപ്പ് വ്യാപരിക്കുന്ന നീ ചെല്ലുമ്പോൾ അവിടെ വിടുതലുകൾ വ്യാപരിക്കണം. ആമേൻ. യേശു കർത്താവ് യെരൂശലേമിൽ വന്നപ്പോൾ വചനം പറയുന്നത് പട്ടണമിളകി എന്നാ പറയുന്നത്. ആമേൻ. പട്ടണമിളകി. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ ജനനത്തിങ്കൽ പോലും ഹേരോദാവ് വിറച്ചു. ഞാൻ ചോദിക്കുക, ഹേരോദാവേ, നീ ഇത്രയധികം വിറയ്ക്കുന്നത് എന്തിനാ? ഇത്രയധികം ഭയപ്പെടുന്നത് എന്തിനാ? വെറും ശീലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മാംസപിണ്ഡം പോലെ കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടിട്ട്, ആയുധപാണികളില്ലാത്ത ഈ കുഞ്ഞിനെ കണ്ടിട്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? ആമേൻ. സ്വതന്ത്രം. പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ നിങ്ങൾ ചിന്തിക്കുന്നത് പോലല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമാ, ഇവനിൽ വ്യാപരിക്കുന്ന
വ്യാപരിക്കുന്ന ഒരു നിയോഗമുണ്ട്, ഇവനിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, നിനക്ക് നിന്റെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറിയത്തില്ലെങ്കിലോ നിന്റെ പ്രതിയോഗിക്ക് നന്നായിട്ടറിയാം. ആമേൻ. നിന്നിൽ വിളിച്ചിരിക്കുന്ന വിളിയുടെ വലിപ്പം നിനക്കറിയത്തില്ലെങ്കിലോ, നിന്റെ അഭിഷേകത്തിന്റെ വലിപ്പം നിനക്കറിയത്തില്ലെങ്കിലോ ശത്രുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൻ നിന്നെ തകർക്കാൻ നോക്കുന്നത്, അതുകൊണ്ട് വഴിയിൽ വെച്ച് നശിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ ഇന്ന് പകൽ ആത്മാവി പറയാ, ഈ ജീവന്റെ തുടിപ്പ് നിന്റെ മേൽ ഇന്ന് രാവിലെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ജീവന്റെ ചാർജിങ്ങിന് വേണ്ടിയാണ് ഈ ആരാധനയും കൂട്ടായ്മയൊക്കെ വെക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കൊക്കെ ഉപവാസ പ്രാർത്ഥന, അടുത്ത വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന. ദൈവം അനുവദിച്ച ദൈവമക്കളെ അടുത്ത ഞായറാഴ്ച നമുക്ക് ലോകം അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു കൺവെൻഷൻ പ്രസംഗകൻ, മേ ബി ഒരു 90% ചാൻസ് ഉണ്ട്. പാസ്റ്റർ KJ തോമസ് കുമ്മിളി നമ്മുടെ മധ്യേ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നെനിക്കറിയത്തില്ല. ഓക്കെ, ഒരു പക്ഷെങ്കിൽ അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ സൺഡേ മോർണിംഗ് നമ്മളോടുകൂടെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കും. പ്രൈസ് ആരാധനയിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ മോളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഞങ്ങളൊരു നല്ലൊരു ആത്മീയ സുഹൃത്ത് ബന്ധം ദൈവം നൽകി തന്നു. നാമേ ദൈവം അനുവദിച്ചാൽ അടുത്ത സൺഡേ ആരാധനയിൽ നമ്മോടുകൂടെ അദ്ദേഹം ഒരുപക്ഷെ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടില്ല, പക്ഷെ ദൈവം ഓരോരുത്തരെ ദൈവം കൊണ്ട് തന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയോ, എന്തിനാ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുന്നതെന്നറിയോ? എന്തിനാ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്? ഞാൻ ദൈവമക്കളോട് പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മൊബൈലിനകത്ത് ചാർജ് വേണം, അല്ലേ? അല്ലെങ്കിൽ അത് ഡെഡായിപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്കൊക്കെ കൊണ്ട് എന്ത് ചെയ്യും, നമ്മളത് ചാർജ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ആരാധനയ്ക്ക് വരണം എന്ന് പറയുന്നത്? പാസ്റ്റർ എന്തിനാ എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരണോ? ആമേ. വിശുദ്ധ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേ. നിങ്ങൾ ആരാധനയ്ക്ക് വരണം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം, ബൈബിൾ സ്റ്റഡിക്ക് വരണം, ബുധനാഴ്ച തോറും നടക്കുന്ന പ്രാർത്ഥന മീറ്റിങ്ങിനൊക്കെ വരണം. എന്തിനെങ്ങനെ പറയുന്നറിയോ? നിങ്ങളെ ഇവിടെ ഒത്തിരി പേരെ കൊണ്ട് ഇരുത്തിയിട്ട് എനിക്കൊരു ആത്മനിവൃത്തിയൊന്നുമല്ല. ഞാനൊരു കാര്യം പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾ ചാർജ് ആകണം. ആമേ. എവിടെങ്കിലും ഒക്കെ ചാർജ് നഷ്ടപ്പെട്ട് ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിന്റെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ, ദൈവത്തോടടുക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ പ്രവാചകനായിരുന്ന യെഹെസ്കേലിന്റെ അടുക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, പ്രവാചക, നീ എന്ത് ചെയ്യുക? താഴ്വരയുടെ നടുവിലേക്ക് വരിക. വന്നു. ആമൻ. അവനെ ഈ താഴ്വരയുടെ നടുവിൽ ഒരു അസ്ഥിക്കുമ്പാരങ്ങളെയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന് ചുറ്റും നടത്തി കാണിച്ചിട്ട് ചോദിച്ചു, ഒരൊറ്റ ചോദ്യം, പ്രവാചക, നീ പറയുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമൻ. നീ പറയുക. ആമൻ. ഒരല്പനേരത്തേക്ക് പിൻ ഡ്രോപ്പ് സൈലന്റ് പോലെ ദൈവവും പ്രവാചകനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു സൈലന്റായി. അദ്ദേഹം പറഞ്ഞതിന് ഒന്നും മറുപടിയില്ലാതെ വന്നു. വീണ്ടും ദൈവത്തോടുള്ള ചോദ്യത്തിന് അവന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാ, പിതാവേ, എൻ്റെ ദൈവമേ, നീ സകലതും അറിയുന്നു. ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാ, നോ എന്ന് പറഞ്ഞില്ലെങ്കിലും ദൈവത്തോട് ഇങ്ങനെ പറയണം. നടക്കത്തില്ല എന്ന് പറഞ്ഞില്ലെങ്കിലും നീ ഇങ്ങനെ പറയണം, കർത്താവേ, നീ സകലതും അറിയുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, എൻ്റെ ദൈവം സകലതും അറിയുന്ന ദൈവമാ. ആരംഭത്തിക്കൽ തന്നെ അവസാനത്തെ അറിയുന്നവനാ നമ്മുടെ ദൈവം. നിന്റെ ആരംഭത്തിൽ തന്നെ നിന്റെ അവസാനം അറിയുന്നവനാ. നിന്റെ തലമുറയുടെ ആരംഭത്തിൽ തന്നെ അവന്റെ അവസാനം അറിയുന്നവനാ ദൈവം. അവന്റെ ഭാവി എന്താകുമെന്ന് അറിയുന്നവനാ ദൈവം. നിന്റെ കുടുംബം എന്തായി തീരുമെന്ന് അറിയുന്നവനാ ദൈവം. നിന്റെ ജോലി എന്തായി തീരുമെന്ന് അറിയുന്നവനാ ദൈവം. അതുകൊണ്ട് ഇന്ന് രാവിലെ നോ, നടക്കത്തില്ലെന്ന് പറയാൻ എളുപ്പമാ, പക്ഷെ ദൈവാത്മാവി പറയണോ, ആമേൻ, ദൈവമേ, നീ സകലതും അറിയുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? നീ
സകലതും അറിയുന്നു. ഈ ദൈവസഭയുടെ സ്ഥിതികൾ മാറുമോ? നീ സകലതും അറിയുന്നു. ഇനി ആത്മാക്കൾ വരുമോ? നീ സകലതും അറിയുന്നു. എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുമോ? നീ സകലതും അറിയുന്നു. എൻ്റെ കഷ്ടം എന്ന് മാറും, നീ സകലതും അറിയുന്നു. ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ പറയാ, സകലത്തെയും അറിയുന്ന ഒരു ദൈവം, സകലതും അറിയുന്ന ഒരു ദൈവം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒരുപോലെ അറിയുന്ന ഒരു ദൈവം, എൻ്റെ ഭാവി അറിയുന്ന ഒരു ദൈവം, ഞാൻ ആരാകുമെന്ന് അറിയുന്ന ഒരു ദൈവം ഈ രാവിലെ ഇതിന്റെ നടുവിൽ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ നിന്നെ അറിയുന്ന ഒരു അപ്പനുണ്ട്. നിന്റെ അപ്പൻ അറിയുന്നതിനേക്കാ, നിന്റെ അമ്മ നിന്നെ അറിയുന്നതിനേക്കാ നന്നായി അറിയുന്ന ഒരു ദൈവം. ഗ്ലോറി, ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞു, നീ സകലതും അറിയുന്നു, നീ സകലതും അറിയുന്നു. പ്രവാചകനോട് അടുത്ത പദം, അങ്ങനെയാണെങ്കിൽ നീ ഇവയെ നോക്കി പ്രവചിക്കുക, നീ ഇവയെ നോക്കി പ്രവചിക്കുക. എന്താ പ്രവചിക്കേണ്ടത്? കാറ്റിനോട് നീ പ്രവചിക്കുക. ഹല്ലേലൂയ. കാറ്റിനോട് നീ പ്രവചിക്കുക. എൻ്റെ ദൈവമക്കളെ, ഞാൻ ഇന്ന് രാവിലെ ദൈവമക്കളോട് ഞാൻ പറയാം, കാറ്റിനോ നോക്കി, ശൂന്യതയെ നോക്കി പ്രവചിക്കുക, അസ്ഥിയെ നോക്കി പ്രവചിക്കുക. നിങ്ങൾ ഈ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് പ്രതികരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ ആവേശമുണ്ട്. നിങ്ങൾ സ്തോത്രം പറയുന്നത് കൊണ്ട് എനിക്ക് പറയാൻ വീണ്ടും വീണ്ടും ആവേശമുണ്ട്. നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആവേശങ്ങൾ നഷ്ടപ്പെടും. പക്ഷെ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, ഇവിടെ സ്തോത്രം പറയാൻ ആരുമില്ല. ആമേ, ഉണങ്ങി വരണ്ട് ബന്ധങ്ങൾ വിട്ട് ഒന്നൊന്നിനോട് ചേരാതെ, ഒന്നൊന്നിൻ്റെ അസ്ഥി ഏതാണെന്ന് തിരിച്ചറിയാതെ ചിതറിപ്പെട്ട് കിടക്കുന്ന ഒന്ന്, രൂപം പോലും നഷ്ടപ്പെട്ടത്, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കിടക്കുന്നതിനെ നോക്കി പ്രവാചകനോട് പറഞ്ഞതും പ്രകാരം പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങി. കാറ്റിനെ നോക്കി പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറയാം, നിനക്ക് പറയാനൊരു കൃപയുണ്ടെങ്കിൽ, നിനക്ക് പ്രവചിക്കാനൊരു കൃപയുണ്ടെങ്കിൽ, നിന്റെ ശൂന്യതയെ നോക്കി പറയാനൊരു കൽപ്പിക്കാനൊരു കൃപയുണ്ടെങ്കിൽ, ആമേൻ, ചിലതിനെ നോക്കി ഇല്ല കർത്താവേ നടക്കത്തില്ലെന്ന് പറയാതെ ഇന്ന് രാവിലെ ആത്മാവിൽ പറ, എന്റെ ദൈവമേ, ചിലതൊക്കെ പ്രവചിക്കട്ടെ, ചിലതൊക്കെ ഉണ്ടായി വരട്ടെ. ഹല്ലേലൂയ. ശബദരഗസിയംദര. നിന്റെ ശരീരവേഗങ്ങളിൽ വേദന അനുഭവിക്കപ്പെടുമ്പോ ആത്മാവിൽ കൈവച്ചിട്ട് പ്രവചിക്കുക, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ഹോളിൽ ഒരു ദൈവ ശക്തി വ്യാപരിക്കട്ടെ. നിനക്ക് ദൈവത്തോട് ബന്ധമുണ്ടോ? ദൈവത്തോട് അടുത്താണ് ഇരിക്കുന്നത്? നീ പറയുന്നത് പോലെ സംഭവിക്കും, നീ പറയുന്നത് പോലെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ശൂന്യതകളെ നോക്കി പറ, ഒന്നുമില്ലായ്മയെ നോക്കി പറ, ഞെരുക്കങ്ങളുടെ നടുവിലും പറ, യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. ഒന്നുമില്ലായ്മ എല്ലാത്തിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാ ഇന്ന് രാവിലെ നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, അവന്റെ മക്കളായ നാമും പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കാൻ കരുത്തനായ ദൈവത്തെയാ നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തോടടുത്ത് വരിക. ദൈവത്തോടടുത്ത് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അസ്ഥികൾ ജീവിക്കും. ആമേൻ. നാമും ജീവനുള്ളവരായി തീരും. പ്രവചിക്കാൻ പറഞ്ഞു, പ്രവാചകൻ പ്രവചിച്ചു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഈ വിരലിൻ്റെ ഒരു പകുതി ഇവിടെ കിടപ്പുണ്ട്, ഇതിൻ്റെ അങ്ങേയറ്റം വേറൊരു സ്ഥലം ഇടില്ല കിടക്കുന്നത്. പ്രൈസല്ലോ. എൻ്റെ കൈമുട്ടിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം എന്ത് ചെയ്തു? കുറച്ച് മാറിക്കിടക്കുക. ഇവിടുന്ന് മുകളിലോട്ടുള്ള ഭാഗം വേറൊരു സൈഡിലാണ് കിടക്കുന്നത്. ഏതിൻ്റെ ആരുടെയൊക്കെയാണെന്നൊന്നും കണ്ടെത്താൻ പോലും ഈ അസ്ഥികൾ പറ്റുന്നില്ല. ആരുടെയൊക്കെ ഏതൊക്കെയാണെന്ന് പോലും. ഹലോ, സ്തോത്രം, മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ഇമാജിനിൽ ഞാൻ പറയാം, പ്രിയപ്പെട്ടവർ, കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കോ ഓരോന്നും തിക്കി തിരുകി ഓരോന്നിൻ്റെ മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതതിൻ്റെ അസ്ഥി
അതതിൻ്റെ സ്ഥാനത്ത് വന്നുകൂടി. ഇത് യഹൂദയോടുള്ള പ്രവചനമാണെങ്കിൽ പോലും ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് ആത്മനിയോഗത്തോടെ പറയാ, വർഷങ്ങളായിട്ട് ചില ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട് തകർക്കപ്പെട്ട ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ തകർക്കപ്പെട്ട് ഉടഞ്ഞ് ഉലയപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പറയാം, പ്രിയപ്പെട്ടവരെ, ചിലതിനെ തകർന്നതിനെ പണിയാ എൻ്റെ ദൈവത്തിന് കഴിയോ. ചില കുടുംബ ബന്ധങ്ങളെ പണിയാ എൻ്റെ ദൈവത്തിന് കഴിയോ. ഉടയപ്പെട്ട് കിടക്കുന്ന ചില തകർന്നു കിടക്കുന്നതിന് കൂട്ടിച്ചേർക്കാൻ ദൈവത്തിന് കഴിയോ. ഒരിക്കലും ചേരത്തില്ലെന്ന് നീ പറഞ്ഞതിന് ചേർത്ത് നിർത്താ എൻ്റെ ദൈവത്തിന് കഴിയോ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Praise the Lord. Hallelujah. ദൈവവചനം പറയുന്നത് പോലെ നിൽക്കണം, നാം ദൈവത്തോട് അടുക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞതുപോലെ അവൻ കൽപ്പിച്ചു. അതതുപോലെ സംഭവിച്ചൊരു സൈന്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ച ഒത്തിരി പ്രവാചകന്മാരെ കാണാം. ഹല്ലേലൂയ. നോഹയോട് ദൈവം പറഞ്ഞതുപോലെ സ്തോത്രം കൽപ്പിച്ചതുപോലെ അവൻ എന്ത് ചെയ്തു? പെട്ടകം പണിതു. മോശയോട് സമാഗമന കൂടാരം പണിയാൻ കൽപ്പിച്ചതുപോലെ അവൻ കൂടാരത്തെ പണിതു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞതുപോലെ അവർ നിറച്ചു. അത്ഭുതങ്ങൾ കണ്ടു. ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ കർത്താവ് കൽപ്പിക്കുന്നത് പോലെ ഇന്ന് രാവിലെ ഞാൻ പറയാം, പ്രിയപ്പെട്ടവർ, നിന്റെ അധരത്തിൽ ദൈവാത്മാവ് ചിലത് നീ പോലും അറിയാതെ പറയാൻ കൽപ്പിക്കാൻ ചില വാക്കുകളെ ദൈവം തരും. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ദൈവത്തോടടുത്ത് വരുമ്പോൾ പറഞ്ഞേ അവൻ നമ്മെ സൗഖ്യമാക്കും. രണ്ട്, നാം ദൈവത്തോടടുത്ത് വരുമ്പോൾ അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും. മൂന്ന്, നാം ദൈവത്തോടടുത്ത് വരുമ്പോൾ അവൻ നമ്മളെ ജീവിപ്പിക്കും. നാല്, നാം ദൈവത്തോടടുത്ത് വരുമ്പോൾ അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നമ്മളെ എഴുന്നേൽപ്പിക്കും. ഇന്ന് രാവിലെ ദൈവമക്കളെ, ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. എന്നും വീണ് കിടക്കാനല്ല ദൈവത്തോടെ ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. ദൈവം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 60:1 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമുണ്ടല്ലോ. ഇവിടെ വായിക്കുന്ന എങ്ങനെ? എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്തിനാ എഴുന്നേൽപ്പിക്കുന്നത്? പറഞ്ഞേ, എന്തിനാ എഴുന്നേൽപ്പിക്കുന്നത്? പ്രകാശിക്കാൻ വേണ്ടിയാ. ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ വേണ്ടിയാ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 15:18 വാക്യത്തിൽ എഴുന്നേൽപ്പിക്കുന്നത് അന്യപ്പെട്ടു പോയ ബന്ധത്തിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയാണ്. മടങ്ങിയെത്താൻ വേണ്ടിയാ. എന്നൂടെ പറഞ്ഞ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ, ഒരു വീട്ടിൽ ഒരപ്പന് 2 മക്കൾ, അതിലൊരുത്തൻ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് പന്നിക്കുട്ടി കിടന്നുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. എന്തിനാ എഴുന്നേൽപ്പിക്കുന്നതെന്ന് അറിയാമോ? അന്യപ്പെട്ടു പോയ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാ. നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പിലേക്ക്. ഏത് റിലേഷൻഷിപ്പിലേക്ക്? ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക്. യെശയ്യാപ്രവചനം 60:1 പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാൻ വേണ്ടിയാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 13 വാക്യങ്ങൾ വായിക്കുന്നത് എന്തിനാ എഴുന്നേൽപ്പിക്കുന്നത്? നെഹെമ്യാവ് എഴുന്നേറ്റത് യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ചും ബന്ധം നശിപ്പിച്ചു കിടക്കപ്പെടുമ്പോ നെഹെമ്യാവ് എഴുന്നേറ്റത് ജീവിതത്തിലെ പരാജയങ്ങളെ കാണാൻ വേണ്ടിയാ. എനിക്കിഷ്ടം മറ്റുള്ളവന്റെ പരാജയം കാണാനാ. എനിക്കിഷ്ടം അടുത്തിരിക്കുന്നവന്റെ പരാജയം കാണാനാ. നമ്മളെല്ലാവരും അങ്ങനെ നോക്കുന്നത്. പക്ഷെ നെഹെമ്യാവ് എഴുന്നേറ്റത് അടുത്തുള്ള പട്ടണത്തിന്റെ വീഴ്ച കാണാനല്ല എഴുന്നേറ്റത്, അവന്റെ വീഴ്ച കാണാനാ. ഇന്ന് രാവിലെ നീ എഴുന്നേക്കണം. എന്തിനാണെന്നറിയാമോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ പരാജയങ്ങൾ എവിടെയാ തകർന്നു കിടക്കുന്നത്? ഏത് മതിലാണ് ഇടിയപ്പെട്ട് കിടക്കുന്നത്? എവിടെയാണ് പണിയപ്പെടേണ്ടത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നീ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഇന്ന് രാവിലെ എന്നെ പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് പറയാം, കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ. ഇത് കാണണമെങ്കിൽ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ.
മറ്റുള്ളവരുടെ പരാജയങ്ങളല്ല കാണേണ്ടത്. അവൻ എങ്ങനെ ഇരിക്കുന്നത്, അവൾ എങ്ങനെ ഇരിക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ പ്രവൃത്തി എങ്ങനെയാ, അവരുടെ നോട്ടം എങ്ങനെയാ, അവരുടെ സംസാരം എങ്ങനെ. കണ്ടില്ലേ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞത്, ഇവൾ എന്നെക്കുറിച്ച് പറഞ്ഞത് കണ്ടില്ലേ, അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഇരിക്കേണ്ട കാലം കഴിഞ്ഞു. നീ എഴുന്നേറ്റ് നീ നിന്നെ തന്നെ പുതുക്കി പണിയണം. ആമേ. എഴുന്നേക്കുന്നത് വീണ്ടും നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 18-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് തകർന്നു കിടക്കുന്ന അനേകർ ഇവിടെ ഉണ്ട്, അവരെ പണിയാൻ വേണ്ടിയാണ്. എഴുന്നേൽക്കണം, അന്യോന്യം ധൈര്യപ്പെടുത്തണം. നെഹമ്യാവ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, ക്ഷീണിച്ചിരിക്കുന്നവരെ നോക്കി പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ആമേ. അന്യോന്യം ധൈര്യപ്പെടുത്തി പറയട്ടെ. എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ, ധൈര്യപ്പെടുത്താൻ വേണ്ടിയാ. ആമേ. ഭാര്യ ഭർത്താവിനെ നോക്കി പറയണോ, ദൈവം കാര്യം സാധിപ്പിക്കും. ഭർത്താവ് ഭാര്യയെ നോക്കി പറയണോ, ദൈവം കാര്യം സാധിപ്പിക്കും. ദൈവദാസൻ ദൈവസഭയെ നോക്കി പറയണോ, ഭാരപ്പെടേണ്ട, ദൈവം കാര്യം സാധിപ്പിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കള്, നീ ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആത്മാവിൽ പറയാ, ദൈവം കാര്യം സാധിപ്പിക്കും. എപ്പോ സാധിക്കും ബസ്? തക്ക സമയത്ത് നടക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, എപ്പോ നടക്കും? നിന്റെ ടൈമിലല്ല, ദൈവത്തിന്റെ ടൈമിൽ നടക്കും. നിന്റെ ടൈമിലല്ല, ദൈവത്തിന്റെ ടൈമിൽ നടക്കും. ഉടമന ശബ്ദൽക്കന, ദൈവം കാര്യം സാധിപ്പിക്കും. ദൈവം കാര്യം സാധിപ്പിക്കും. ദൈവം കാര്യം സാധിപ്പിക്കും. ഞാൻ എന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയോ. ഓ ശബാദന, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവരും ദൈവസന്നിധി സ്തോത്രത്തിൽ ജാഗരിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ദൈവജനം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Lord, we praise. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ മാത്രം പാടി ആത്മാവിൽ നമ്മൾ ആരാധിക്കാൻ പോകുക. അന്യോന്യം ബലപ്പെടുത്തണം. എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കൂ. ആരൊക്കെ പറഞ്ഞാലും, ചെറു കുറുക്കന്മാർ അതിന് മുകളിലൂടെ എഴുന്നേറ്റ് ചാടിയാലും ഈ മതിൽ വീഴുമെന്നൊക്കെ പറഞ്ഞാലും പറയണോ, ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും പറയണോ, എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചത് വീഴുന്ന മതിൽ പണിയാനല്ല, നിലനിൽക്കുന്നത് പണിയാൻ വേണ്ടിയാ. എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചത് വാസ്തവമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ പണിയും, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇന്ന് രാവിലെ ഞാൻ പറയാം, ചിലരെ കൊണ്ട് ദൈവാത്മാവ് അസാധാരണമായ ചില ക്രിയകൾ, അസാധാരണമായ ചില പ്രവർത്തികൾ, ചില കുടുംബങ്ങളെ കൊണ്ട്, ചില തലമുറകളെ കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കാനുണ്ട്. പാടി ദൈവത്തെ ആരാധിക്കാം. ഖേദമെല്ലാം മാഞ്ഞു പോകും. ആത്മാവിന്റെ സന്നിധിയോട് ഇരു കരങ്ങൾ വടിച്ച ദൈവസന്നിധി കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടെ വാഴോ. കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടെ വാഴുവേ. ഓ നീതി സൂര്യ ശോഭയാൽ നല്ല നീരുൾ മാറിടോ. നീതിയും അനീതിയും നീതി സൂര്യ ശോഭയാൽ നല്ല നീരുൾ മാറിടോ. നീതിയും അനീതിയും അങ്ങില്ലേശുവോ. സന്തോഷ ശോഭന ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടോ. കർത്താവിനാളുകൾ സന്തോഷ ശോഭന ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടോ. കർത്താവിനാളുകൾ ലോകം യുദ്ധം ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജ് ഭൂമിൽ വാഴുമോ. ലോകം യുദ്ധം ജാതികളിൽ പോകുമെല്ലാം യേശുരാജ് ഭൂമിൽ വാഴുമോ. എത്തും കാലമോക്കുമ്പോൾ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. തുച്ഛനാം യെരൂശലേമി എത്തും കാലമോക്കുമ്പോൾ
ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളോ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളോ. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടോ. ദുഃഖം നടുവിൽ പോ സർവവും തീർന്നിടോ. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടോ. ദുഃഖം നടുവിൽ പോ സർവവും തീർന്നിടോ. നിത്യ നിത്യ സന്തോഷം തിരസിലാവഴിച്ചവർ നിത്യതകളിൽ മാറയും തീരും കാലവോ. നിത്യ നിത്യ സന്തോഷം തിരസിലാവഴിച്ചവർ നിത്യതകളിൽ മാറയും തീരും കാലവോ. ഉത്തരം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരം യെരൂശലേമിൽ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷം വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷം വീട്ടിൽ നാം. തേജസ്സേറും പോകേണ്ട കിരീടങ്ങൾ രാജരാജേശുവോട് കൂടെ വാഴുവേ. മോഹന കിരീടം രാജനോട് കൂടെ വാഴുവേ. കർത്താവ് ഒരുക്കുന്ന സന്തോഷം വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷം വീട്ടിൽ നാം. തേജസ്സേറും പോകേണ്ട രാജരാജേശുവോട് കൂടെ വാഴുവേ. രാജരാജേശുവോട് കൂടെ വാഴുവേ. കൂടെ വാഴുവേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിക്കുന്ന രാജരാജേശുവോട് കൂടെ വാഴുവേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിക്കുന്ന രാജരാജേശുവോട് കൂടെ വാഴുവേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിക്കുന്ന രാജരാജേശുവോട് ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. Thank you, God. Thank you, Lord. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഓരാ ബലബ ശാന്തരാധരാധര അതുരമനഘടക ശാന്തര ഓരി ബലഘടക ശാന്തര ഓരാ ബലബ ശാന്തവ. Jesus, Lord.
Praise the Lord. Hallelujah. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ഇന്ന് വരെ നമ്മെ അനുഗ്രഹിച്ച ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് നിൽപ്പാൻ കൃപ നൽകിയ ഈ കേട്ട വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവരൊക്കെ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേദന, ഭാരം, രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ കരമിച്ച് ദൈവസന്നിധി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ ജോജി പാസ്റ്റർ പ്രാർത്ഥിക്കും. പ്രൈസ് സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. കേൾപ്പിക്കപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നപ്പാ. ഞങ്ങൾ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ സ്തോത്രമപ്പാ, നീ ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം. ദൈവമേ സ്തോത്രം. ഞങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ ദൈവം ഞങ്ങളുടെ സൗഖ്യം ഞങ്ങളുടെ മീതെ വെളിപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം, ഞങ്ങളെ സൗഖ്യമാക്കണേ. ദൈവമേ, ഞങ്ങളുടെ മധ്യത്തിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ശരീരത്തിലേ മനസ്സില് ശരീരത്തില് ഏതൊക്കെ വിഷയത്തിൽ കർത്താവ് ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നു, അതിനു മീതെ ദൈവത്തിന്റെ സൗഖ്യം അവിടുന്ന് വെളിപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ദൈവമേ സ്തോത്രം കർത്താവേ, നീ ഞങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന ദൈവമായിരിക്കാൽ സ്തോത്രമപ്പാ. ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ എവിടൊക്കെ കർത്താവ് മുറിവുകളുണ്ടോ, എവിടൊക്കെ ഉണ്ടോ അപ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മുറിവുകൾ എവിടുന്ന് കെട്ടുമാറാവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ സ്തോത്രം കർത്താവേ, കാലപ്പഴത്തിലൊക്കെ ഉണ്ടായ എല്ലാ വിഷയങ്ങളും അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ സ്തോത്രം കർത്താവേ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് കർത്താവേ ദൈവയുടെ വചനത്താൽ അവിടുന്ന് തണുപ്പിക്കുമാറാവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. ദൈവമേ സ്തോത്രം, ഞങ്ങളെ ജീവിപ്പിക്കണേ അപ്പാ. ദൈവമേ സ്തോത്രം കർത്താവ്, എവിടൊക്കെ എല്ലാ മണ്ഡലത്തിലും ദൈവത്തിന്റെ ശക്തി അവിടുന്ന് വ്യാപരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയുടെ മീതെ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കപ്പെടട്ടെ. ഞങ്ങൾ കർത്താവേ എവിടൊക്കെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഡ്രൈനസ് ഫീൽ ആകുന്നു, അവിടെ ഞങ്ങൾ സഭയായി ഒരുമിച്ച് ഞങ്ങളുടെ ഓരോ വിഷയത്തില് ഞങ്ങൾ പ്രവചിക്കുകയാണ്. കർത്താവേ സ്തോത്രം, അത് ജീവിപ്പിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. നീ ഞങ്ങളെ ഉണർത്തുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. യു റിവൈവ് us Lord. നീ ഞങ്ങളെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം കർത്താവേ. അപ്പാ സ്തോത്രം, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏതൊക്കെ വിഷയത്താൽ ഭാരപ്പെടുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലെല്ലാം ഈ വചനം കർത്താവേ അതൊരു ജീവനായി സൗഖ്യമായി അത് വ്യാപരിക്കുന്നതിനായി സ്തോത്രമപ്പാ. ഓ വി താങ്ക് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്. കർത്താവേ, തിരുവചനം സംസാരിച്ച ദൈവങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണേ ദൈവമേ സ്തോത്രം കർത്താവേ. പാസ്റ്റർ ജോയവൽക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാസൽ കൂടി കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദാസനെ വീണ്ടും ബലപ്പെടുത്തണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം ബലപ്പെടുത്തിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രങ്ങളുടെ ദൈവദാസനെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കണേ. വരുന്ന ദിനങ്ങൾ വീണ്ടും അവിടുന്ന് ശക്തീകരിക്കണേ, ശക്തിയോടെ അവിടുന്ന് പ്രയോജനപ്പെടുത്തണേ. ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം കർത്താവേ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവം നൽകിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും എഴുതേ നിന്റെ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും സമസ്ത വിഷയം കർത്താവ് സകലതും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. സകല മാനമഹത്വം പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ജയം നൽകി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശീസ് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് തിരുവചനം സംസാരിച്ച ദൈവദാസന്മാരോടും സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം നൽകി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കും.